ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോ ഓഫ് അട്രാക്ഷന്റെ എല്ലാ പ്രാക്ടീസുകളും തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം റിസൾട്ട് ലഭിക്കാത്തത് എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അതായത് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പങ്കെടുത്ത സമയത്ത് ക്ലാസ്സുകളുടെ ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനായിട്ട് തന്നെ സാർ ഒരു ഗൂഗിൾ മീറ്റ് സൂം മീറ്റിംഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു ടൈമിൽ എല്ലാവരും അവരുടെ അനുഭവ കഥകളെല്ലാം, അതായത് അവർക്ക് ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ടൈമില് ഞാനിങ്ങനെ ആകെ, എനിക്ക് മാത്രം ഒന്നും പറയാനായിട്ടില്ല. എല്ലാ കാര്യങ്ങളും അത് പറഞ്ഞിരിക്കുന്ന പ്രകാരം എല്ലാ ടാസ്കും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനായിട്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും, ഞാനൊന്നും അച്ചീവ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നില്ല 2 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈശ്വര എന്റെ അടുത്ത് ചോദിക്കല്ലേ, എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനായിട്ടില്ല. ഇനി എനിക്ക് മാത്രം റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാനത് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക്, അതായത് അത്രയും നല്ല ടീച്ചേഴ്സ് ആണ്, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, അപ്പൊ എനിക്ക് മാത്രം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവർക്കതൊരു മോശമാവില്ലേ, അവരുടെ ഒരു സൽപ്പേരിനെ ബാധിക്കില്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ട്. പിന്നീട് പേഴ്സണലായിട്ട് വാട്സപ്പില് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ, എനിക്ക് റിസൾട്ട് ഒന്നും അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നോ ഇങ്ങനെയായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ആ ഒരു പേഴ്സണൽ സെഷനിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ അറിഞ്ഞോ അറിയാതെയോ വരുത്തിയിട്ടുള്ള പല മിസ്റ്റേക്കും ഈ ലോ ഓഫ് അട്രാക്ഷന്റെ റിസൾട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഡിലേ വന്നിരുന്നതായിട്ട് എനിക്ക് അനുഭവത്തിൽ വന്നു. അപ്പൊ ഇതുപോലുള്ള പലരും, കാരണം ഇപ്പൊ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ കഴിഞ്ഞ ഒരു സീരീസ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പൊ പലരും എന്നെ പോലെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും, ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് മാത്രം എന്തായിരിക്കും ഈ റിസൾട്ട് കിട്ടാത്തത്, അപ്പൊ ഇതൊക്കെ ശരിക്കും ഒരു തട്ടിപ്പാണോ, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ, ഈ റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറയുന്നവരെ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറയുന്നവരെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്നതാണോ എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷെ നമുക്കത് അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്ക് വിശ്വാസം വരിക, അല്ലെ? അപ്പോ സാധാരണ രീതിയിൽ എന്തുകൊണ്ടാണ് ഈ റിസൾട്ട് ഡിലേ ആകുന്നത്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകുന്നത്? നമ്മൾ തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നില്ല കേട്ടോ. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വരുത്തുന്ന പല മിസ്റ്റേക്സും ഇതിന് കാരണമാകാം. ഇതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ എപ്പോഴും പറയാറുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമ്മുടെ മനസ്സിൽ വേണം. നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ഒരു ദേഷ്യമോ വെറുപ്പോ പകയോ അസൂയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വർക്ക് ആവില്ല എന്ന് ഏറ്റവും ആദ്യം തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൈൻഡ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരുന്നു ഞാൻ ഏറ്റവും ആദ്യം, അതായത് നമ്മളൊരു 21 ഡേയ്സ് ബിഫോർ ഒരു തയ്യാറെടുപ്പ് നടത്തുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ, ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇനി നമ്മൾ മനസ്സിൽ വിചാരിക്കും, എനിക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യമോ വെറുപ്പോ ഒന്നും ഇല്ലല്ലോ, ആർക്കും ഒരു ദ്രോഹവും വരണമെന്ന് ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ എന്നിട്ടും എന്തുകൊണ്ടാണ് എന്ന് വിചാരിക്കുന്നവർക്കായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ആരോടും ദേഷ്യമോ വെറുപ്പോ ഇല്ലാന്നിരിക്കട്ടെ, പക്ഷെ നമ്മളുടെ മനസ്സിൽ ഓൾറെഡി കുറേ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ടാവും, വർഷങ്ങളായിട്ടുള്ളത്. അതിന്റെ മുകളിലേക്കാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ളത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വിചാരിക്കുകയാണ്, നാളെ തുടങ്ങി ഞാൻ ആരുടെയും കുറ്റം പറയില്ല, ആരെക്കുറിച്ചും ഞാൻ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കില്ല, എന്റെ വായിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും പോവുകയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നാളെ തുടങ്ങി ഞാൻ നന്നാവാന്ന് തീരുമാനിച്ചിരിക്കും. അപ്പൊ നാളെ തുടങ്ങി നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നിരിക്കട്ടെ, പക്ഷെ ഇന്ന് വരെയുള്ളതിൽ ആ അഴുക്കുകളുടെ മുകളിലേക്കാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ളത് നിറയ്ക്കുന്നത്, അല്ലെ? അതിനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ നാരങ്ങാവെള്ളമൊക്കെ കലക്കാനായിട്ടൊരു കപ്പ് എടുത്തു എന്ന് വിചാരിക്കുക, നമ്മളത് കഴുകി വെക്കാൻ മറന്നു, അതിനകത്ത് നാരങ്ങയുടെ അല്ലിയോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ കുറെ കഴിഞ്ഞപ്പോ അത് മറന്നു. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ പാല് തിളപ്പിച്ച് ആ പാല് കൊണ്ടുവന്ന് നമ്മളത് കപ്പിലേക്ക് ഒഴിക്കാനായിട്ട് ഈ കപ്പ് എടുത്തു ഒഴിച്ചു. സ്വാഭാവികമായിട്ട് ആ പാലിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടില്ല, ചീത്തയായി പോവും പാല്, അല്ലെ? ഇതുപോലെ തന്നെയാണ് ആ കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. എപ്പോഴോ അതിൽ വന്ന് ചേർന്നിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിറയ്ക്കാൻ നോക്കുമ്പോ ചിലപ്പോൾ അതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ നമുക്ക് ലഭിക്കണം എന്നില്ല. അതാണ് അതിന്റെ ഒരു കാരണം. അപ്പൊ എന്ത് വേണം? നെഗറ്റീവ് ആയിട്ടുള്ളതിനെ, ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്, എനിക്ക് ആരോടും ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല, എന്നിട്ടും എന്താണ് എനിക്ക് റിസൾട്ട് കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യവും വെറുപ്പും തന്നെ ഉണ്ടാവണം എന്നില്ല. ചെറുപ്പകാലത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ,
അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ കിടക്കും, അത് എത്ര കാലം ചെന്ന് കഴിഞ്ഞാലും. പിന്നെ നമ്മൾ നിരന്തരം കേൾക്കുന്നതായിട്ടുള്ള വാർത്തകള്, ഓക്കെ, അപ്പൊ നമുക്ക് സുഖകരമല്ലാത്ത പല ന്യൂസുകളും ഒരു ദിവസം നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. ഇതൊന്നും വീണ്ടും ചിന്തിച്ചില്ലെങ്കിൽ പോലും അതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. അപ്പോ അതിനായിട്ട് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് സെൽഫ് ലവ്. സ്വയം സ്നേഹിക്കുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഞാനിപ്പോ 2 വീഡിയോസ് എന്തായാലും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കാരണം എന്തിനാണ് സ്വയം സ്നേഹിക്കണം എന്ന് പറയുന്നത്, ഞാൻ ഇനി വീണ്ടും സെൽഫ് ലവിനെ കുറിച്ച് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് എന്തിനാണ് സ്വയം സ്നേഹിക്കുന്നതും ആഗ്രഹങ്ങളും നേടുന്നതും തമ്മിൽ എന്താ ബന്ധം എന്ന് മാത്രം ഞാൻ പറയാം. നമ്മൾ സ്വയം സ്നേഹിക്കുമ്പോൾ സ്നേഹം എന്ന് പറയുന്നത് തന്നെ ഒരു വൈബ്രേഷൻ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഹൈ പോസിറ്റീവ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും നിറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരുന്നതും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ ഒരു കാരണം. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മള് ഒരു ദിവസം രാവിലെ തുടങ്ങി രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ജീവിക്കുന്നതും നമ്മൾ കെയർ ചെയ്യുന്നതും എല്ലാം മറ്റുള്ളവർക്കല്ലേ. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നമ്മുടെ പേരൻസ്, ഹസ്ബൻഡ്, സഹോദരങ്ങള്, മക്കള്, സുഹൃത്തുക്കള്, ഇതൊക്കെ അതിനകത്ത് വരും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അവരോട് സംസാരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു. എന്നും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാവുന്ന, അതായത് നാളേക്ക് ഉണ്ടോ എന്ന് നമുക്ക് ഗ്യാരണ്ടി ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ എന്നും മരണം വരെ നിങ്ങളോടൊപ്പം കൂടെയുള്ള ഒരു ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ പരിപാലിച്ചുകൊണ്ട് എന്നും നമ്മുടെ കൂടെയുള്ള ഒരേ ഒരാൾ അത് മാത്രം. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ അതിനോട് എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കുന്നുണ്ടോ? ഒരു 5 മിനിറ്റ് സമയമെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങള് നമ്മൾ എന്തൊക്കെ പണി അവർക്ക് കൊടുക്കുന്നുണ്ട്, എന്നാലും നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ആരോടെങ്കിലും പിണങ്ങുമ്പോ എന്നാ ഇന്നൊരു ദിവസം ഞാൻ അടുക്കളയിൽ കയറുന്നില്ല, ഇന്ന് ഞാനങ്ങ് പണി മുടക്കുകയാണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെയോ മക്കളുടെയോ ഒക്കെ ഷർട്ടൊക്കെ നിങ്ങളാണ് അയൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് പിണങ്ങിയിരിക്കുന്ന സമയത്ത്, അതായത് അവരുടെ ഒരു കെയറിങ് കിട്ടിയില്ല, നിങ്ങൾ പിണങ്ങുന്ന സമയത്ത് എന്നാ ഇന്ന് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പണി മുടക്കാം. ഇതുപോലെ എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഹൃദയം അല്ലെങ്കിൽ കിഡ്നി ഇതൊക്കെ എന്നാ ഞാനും നിങ്ങളോട് കൂട്ടില്ല, പിണങ്ങാണ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് പണി മുടക്കണ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിന്നെ നമ്മളുണ്ടോ? ഇല്ല. അപ്പൊ ഓരോ അവയവത്തിനും ശരിക്കും പറഞ്ഞാൽ അവര് ചെയ്യുന്ന ഫംഗ്ഷന് നമ്മൾ നന്ദി പറയുക. സെൽഫ് ലവിൽ അതൊക്കെയുണ്ട്. സെൽഫ് ലവ് മെഡിറ്റേഷനിൽ ഓരോന്ന് തല തൊട്ട് പാദം വരെ നമ്മുടെ ഓരോ അവയവത്തിനും നമ്മൾ നന്ദി പറയുന്നു. പിന്നെ നമ്മൾ നമ്മളെ തന്നെയാണ് സ്നേഹിക്കേണ്ടത്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ പറയും, എന്നെ കാണാൻ കൊള്ളില്ല, എന്റെ ഡ്രസ്സ് കൊള്ളില്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. നമ്മൾ നമ്മുടെ കുറവുകളെ കുറിച്ച് മാത്രമേ പറയുള്ളൂ അല്ലെ. മറ്റൊരാൾ ചെയ്യുന്ന എല്ലാം നല്ലതാണ്. അപ്പൊ ഒരിക്കലും ആ ഒരു ചിന്താഗതി പാടില്ല. അതെല്ലാം നിങ്ങളെ നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ ഡൗൺ ചെയ്യിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ 1 മൈൻഡ് ക്ലീനിങ്, 2 സെൽഫ് ലവ്. ഇനി മൂന്നാമത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഫീൽ ഇല്ല എന്നുള്ളത്. ഫീലിങ്സോട് കൂടി അല്ല നമ്മൾ ഈ പറഞ്ഞ പ്രാക്ടീസുകൾ ഒന്നും ചെയ്യുന്നത്. 555 മെത്തേഡ് ചെയ്യുന്നുണ്ട്, 369 ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 17 സെക്കൻഡ്സ് റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അഫർമേഷൻ പറയുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. എന്നിട്ടും എന്താ എനിക്ക് മാത്രം ഒന്നും നേടാൻ പറ്റാത്തത്? കാരണം നമ്മൾ ചെയ്യുന്നതിലൊന്നും എല്ലാം പറയുന്നുണ്ട്, സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ചെയ്യുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫീൽ വരുന്നില്ല. അതിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ പറയില്ലേ ഉള്ളിന്ന് വരട്ടെ എന്ന്. ആ ഉള്ളിൽ നിന്ന് വരണം, അതാണ് അവിടെ ശരിക്കും നമുക്കത് വർക്ക് ചെയ്യുക. ഇപ്പോ അഭിനയിക്കുന്ന ആളുകളെ നോക്കി നമ്മൾ പറയില്ലേ, ലാലേട്ടനൊക്കെ അഭിനയിക്കുമ്പോ എന്ന് വെച്ചാൽ വിരലുകൾ പോലും ചലിക്കും എന്ന് പറയില്ലേ. അതായത് അഭിനയിക്കുന്ന ഒരാൾക്ക് ഡയലോഗ് മാത്രം കൊടുത്തു, അയാൾ ഒരു വികാരവും ഇല്ലാതെ ഡയലോഗ് മാത്രം പറഞ്ഞാൽ ചിരിക്കേണ്ട ഒരു രംഗമാണെന്ന് പോലും ആർക്കും മനസ്സിലാവില്ല, ചിരിക്കില്ല. കരയേണ്ട ഒരു സീനാണെങ്കിൽ ആർക്കും കരച്ചിൽ വരില്ല, വിഷമം വരില്ല അല്ലെ. അപ്പൊ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത് അഭിനേതാക്കൾ എന്താ ചെയ്യുന്നത്, ആ ഡയലോഗിനോടൊപ്പം അവർ കൊടുക്കുന്ന എക്സ്പ്രഷൻ, ആ ഫീലും കൂടി വരുമ്പോഴല്ലേ അത് കാണുന്നവർക്ക് അത് ഒരു ഒരു രസകരമായിട്ട് തോന്നുകയുള്ളൂ.
അപ്പൊ നമ്മൾ പ്രപഞ്ചത്തോട് ഒരു കാര്യം പറയുമ്പോഴും ആ ഫീൽ അവിടെ കൊടുക്കണം. അത് കിട്ടിക്കഴിയുമ്പോഴുള്ള എന്താണ് നിങ്ങളുടെ ഫീൽ, അതവിടെ കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ കേട്ടോ. അപ്പൊ മൂന്നാമത്തെ കാര്യം, ഫീലിങ്സ് ഉണ്ടാവുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ റിസൾട്ട് കിട്ടണമെങ്കിൽ. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? നോ കൺസിസ്റ്റൻസി. ഇന്ന് ചെയ്യും, നാളെ ചെയ്യില്ല. ഇത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമാണ് ഇതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പൊ 555 മെത്തേഡ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പോലും ഏറ്റവും ആദ്യം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് ആണ് 2 ദിവസം ചെയ്തിട്ട് 3-ാമത്തെ ദിവസം മറന്നു പോണു. കാരണം ശീലമില്ലാത്ത ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഓർത്തു എന്ന് വരില്ല. 3-ാമത്തെ ദിവസം മറന്നിട്ട് 4-ാമത്തെ ദിവസം ഞാൻ അതിനെ 3-ാമത്തെ ദിവസമായിട്ട് കൺസിഡർ ചെയ്ത് അങ്ങനെ 5 ഡേ പൂർത്തിയാക്കി. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്സ് എന്റെ ഗുരുക്കന്മാർ അത് തിരുത്തി തന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ 555 ആയിക്കോട്ടെ, 369 ആയിക്കോട്ടെ, അഫർമേഷൻ എഴുതുന്ന കാര്യം ഡെയിലി അത് എഴുതുക. ഈ 21 ഡേയ്സ് എഴുതി ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളത് സാധാരണ രീതിയിൽ പറയുന്ന കാര്യമാണ്. പക്ഷെ ആഗ്രഹം നടക്കുന്നവരെ അത് സ്ഥിരമായിട്ട് നമുക്ക് എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡ് പിന്നെ നമ്മുടെ മരണം വരേക്ക് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതിനൊരു തുടർച്ച ഉണ്ടാവുക, സ്ഥിരത ഉണ്ടാവുക, അത് സ്ഥിരമായിട്ട് ചെയ്യുക. അത് ഏത് രീതിയിൽ പറഞ്ഞോ അതേ രീതിയിൽ തന്നെ അത് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതും നമ്മൾ ചിലപ്പോ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. അപ്പൊ മനഃപൂർവ്വം ഞാൻ ഇന്നത് എഴുതുന്നില്ല എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ മറന്നു പോയിട്ടുള്ളതാണെങ്കിൽ വീണ്ടും എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് അതുകൊണ്ടൊരു കാര്യമുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുമ്പോ, അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ അവിടെ ഒരു ഫീല് കൊടുത്ത് ആ ഒരു വൈബ്രേഷൻ ഹൈ ആക്കി വെച്ചേക്കുക. പിന്നെ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാറിക്കഴിയുമ്പോ ഓൾറെഡി അത് ഡൗൺ ആയി കഴിഞ്ഞു. ആ ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ പിന്നെ വന്നിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ എഴുതാൻ നോക്കുമ്പോൾ ലോ എനർജിയിലായിരിക്കും നമ്മൾ അത് പറയുക. അപ്പൊ മാനിഫെസ്റ്റേഷൻ ഡിലേ ആകും. അതുകൊണ്ടാണ് സ്ഥിരത അതിന് വേണം. സ്ഥിരത ഉണ്ടാവുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ കൂടി 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 വരും. നമ്മുടെ എനർജി ലെവല് ഹൈ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. 5-മതായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആർക്കും പേഷ്യൻസ്, ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. എന്ത് ചോദിക്കുന്നോ, എന്താഗ്രഹിക്കുന്നോ, ആഗ്രഹിക്കുന്ന മാത്രയിൽ അത് കിട്ടണം. പിന്നെ അത് കിട്ടിയില്ല എങ്കിൽ ഇതൊന്നും നടപ്പാവണ കാര്യമല്ല. ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല. ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറ്റം പറയുന്ന ആളുകള് എന്താ പറയാ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരതിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ക്ഷമയില്ല. അതിന്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കാനായിട്ടുള്ള ക്ഷമയില്ല. നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ ആ എക്സാം പേപ്പർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെ നിന്ന് അടുത്ത വാല്യുവേഷൻ ഡേറ്റ് തീരുമാനിച്ച് ആ വാല്യുവേഷനിൽ ടീച്ചേഴ്സ് അത് നോക്കി അതിന്റെ റിസൾട്ട് കൊടുത്ത് അവരത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അത് എൻട്രി ചെയ്ത് പബ്ലിഷ് ചെയ്യണ ഒരു ഡേറ്റ് വരെയെങ്കിലും കാത്തിരിക്കണ്ടേ? അപ്പോഴല്ലേ നമ്മൾ ജയിച്ചോ തോറ്റോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം പ്രപഞ്ചത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഉറച്ചു വിശ്വസിച്ചോളുക, അത് നിങ്ങളിലേക്ക് കിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഗോൾ ലിസ്റ്റ് എഴുതുമ്പോൾ അതിനകത്ത് ടൈം ബോണ്ട് സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് പുറത്തൊരു രാജ്യത്ത്, ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് എനിക്ക് പോകണം, അതാണ് എന്റെ ആഗ്രഹം. ഈ ആഗ്രഹം ഞാൻ എഴുതുന്നു, അഫർമേഷൻ എഴുതുന്നു, അതിന്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നു. പക്ഷെ എനിക്ക് പോകേണ്ടത് വരുന്ന 2 വർഷത്തിനുള്ളിലാണ്. എനിക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, എന്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയാണ് ഞാൻ പോവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നില്ല, എനിക്ക് യൂറോപ്യൻ കൺട്രിയിൽ പോകണം, ഇത്ര മാത്രമാണ് നമ്മുടെ ആഗ്രഹം പറയുന്നത് എങ്കിൽ ചിലപ്പോ 50-ാമത്തെ വയസ്സിലായിരിക്കും, ചിലപ്പോ 55-ാമത്തെ വയസ്സിലായിരിക്കും അതിനുള്ളൊരു സാധ്യത കിട്ടുന്നത്. മകനോ മകളോ ആരെങ്കിലും അവർക്ക് കുഞ്ഞുണ്ടാവുമ്പോ ആ ഒരു ഡെലിവറി അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് പോകാം, നിൽക്കാം. പക്ഷെ ആഗ്രഹം സാധിച്ചോ എന്ന് ചോദിച്ചാൽ സാധിച്ചു, അല്ലെ? നമ്മൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെട്ട ഒരു കാര്യം നടത്തി തന്നു, പക്ഷെ അത് ഇന്ന ടൈമിലല്ല എന്ന് മാത്രം. അപ്പൊ നമ്മൾ ആ ഒരു സമയം വരെ നമ്മൾ കാത്തിരിക്കുക. ഇനി എല്ലാ കാര്യവും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ അവിടെ നെഗറ്റീവ് അല്ല വിചാരിക്കേണ്ടത്. യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് ഇതല്ല, ഇതിനേക്കാൾ ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് തിരിച്ചറിയുക. ഇപ്പൊ ഒരു ചെറിയ കുട്ടി എന്താ പറയാ, ഏതെങ്കിലും ഒരു ബേക്കറിയിൽ കയറിയിട്ട് അച്ഛന്റെ അമ്മയുടെ അടുത്ത് പറയുകയാണ്, അവിടെ ഉള്ളത് ലേസും അല്ലെങ്കിൽ പെപ്സി കോളയൊക്കെ ആണെന്ന് വെച്ചു, അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുക ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി. അപ്പൊ ആ പേരന്റ് തീരുമാനിച്ചു നല്ല സാധനം അല്ലല്ലോ ഹെൽത്തിന്, അപ്പൊ അതുകൊണ്ട് അതിപ്പോ വാങ്ങിച്ചു കൊടുക്കണ്ട, ആ കടയിൽ വേറൊന്നും ഇല്ല. അവന്റെ ആ ആഗ്രഹം തടസ്സപ്പെടുത്തി. കുട്ടി ആകെ നിരാശയായി. അതിന് വേണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം എന്താ, അത് കിട്ടിയില്ല.
പക്ഷെ ആ പേരന്റിന്റെ മനസ്സിലുണ്ട് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ വരുന്ന സൺഡേ ഔട്ടിങ്ങിന് പോകുന്നുണ്ട്, അപ്പൊ നല്ലൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, അപ്പോൾ ഇവനെയും കൊണ്ട് പോയിട്ട് ഇവന് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളും അവന് ഇഷ്ടപ്പെട്ട ഫുഡുകളെല്ലാം അവിടെ നിന്ന് നല്ല ഫുഡുകൾ വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ളത് ആ അച്ഛന്റെ മനസ്സിലുണ്ട്. അത് കുട്ടി അറിയുന്നില്ല. ആ സൺഡേ വരെ അവന് വെയിറ്റ് ചെയ്താൽ ഇന്ന് കിട്ടാൻ പോകുന്ന ഒരു പാക്കറ്റ് ലേസിനേക്കാൾ സമൃദ്ധിയായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സൺഡേ അവന് കിട്ടുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങൾ ദയവായിട്ട് അതിനകത്തൊരു വിചാരിക്കരുത്. ഞാൻ എന്റെ ഒരു ശീലം അങ്ങനെയായിപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു എക്സാമ്പിളിലൂടെ ഇങ്ങനെ പറയാന്നുള്ളത് കേട്ടോ. അപ്പോ ഇതുപോലെ തന്നെയാണ് ഇവിടെ ആ പേരന്റിന്റെ സ്ഥാനത്ത് നമ്മുടെ യൂണിവേഴ്സ് ആണ്, കുട്ടിയുടെ സ്ഥാനത്ത് 5 വയസ്സുള്ള കുട്ടിയുടെ സ്ഥാനത്ത് നമ്മളാണ്. നമ്മളിങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് നമുക്ക് കിട്ടും, പക്ഷെ ചിലത് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഓർത്തോളുക. ആ പേരന്റിനെ പോലെ വരാൻ പോകുന്ന ഏതോ ഒരു ദിവസം നമ്മൾക്ക് ഇതിനേക്കാൾ നല്ലത് തരാമെന്ന് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടെന്നേ. അതുകൊണ്ടാണ്. അപ്പൊ എല്ലാത്തിനും ഒരു പോസിറ്റീവായിട്ട് കാണാനുള്ള ഈ ഒരു മൈൻഡ് സെറ്റ് എന്ന് തുടങ്ങിയാണ് എനിക്ക് പോലും ഉണ്ടായതെന്ന് ചോദിച്ചാൽ സത്യം പറയാം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ് പഠിച്ച് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് കൂടി തന്നെയാണ്. പിന്നെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇത് പഠിച്ചു എന്ന് കരുതിക്കൊണ്ട് മുടക്കം വരുത്താതെ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷനും ആണ്. ചില ടെക്നിക്കുകളൊക്കെ അത് എന്താണ് സമയത്തിന്റെ കാര്യങ്ങൾ കൊണ്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ശരിയായ രീതിയിൽ ആ ഒരു ഫീല് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാറില്ല. വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളോടൊപ്പമാണ്, ഈ വർഷമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് അതിനകത്ത് മുന്നോട്ട് പോകാം. ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, ഒന്നാമത് എല്ലാവരുടെയും കയ്യിൽ പൈസ മുടക്കി ആദ്യം തന്നെ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു ടൈമിൽ വന്നിട്ട് അതിനു വേണ്ടി ഇരിക്കാനോ ഒന്നും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ഇത് നമ്മുടെ സമയം പോലെ എപ്പോഴാന്ന് വെച്ചാൽ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണാം എന്ന് തുടങ്ങി. ഇപ്പം എന്റെ അടുത്ത് പറയാറുണ്ട്, കഴിഞ്ഞ ആഴ്ച തുടങ്ങിയാണ് മാമിന്റെ വീഡിയോ കണ്ടു തുടങ്ങിയത്, ഇപ്പൊ തുടങ്ങി സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്താണ് നമ്മൾ ജാനുവരി 1 എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത ജാനുവരി 1 ആവാനൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഫെബ്രുവരിയോ മാർച്ചോ ഏപ്രിലോ എപ്പോഴാണോ ഈ വീഡിയോ കാണുക, ഇതിന്റെ 1 എന്ന് തുടങ്ങിയുള്ള കാര്യം കണ്ടു നോക്കുക കേട്ടോ. അതായത് ലോ ഓഫ് അട്രാക്ഷൻ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തുന്ന വീഡിയോ തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ തുടങ്ങി കണ്ടിട്ട് നിങ്ങൾ 1 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ കിട്ടിയില്ല എങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും അല്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തോ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വരാനിരിക്കുന്നുണ്ട്. കാത്തിരിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക, എല്ലാം നല്ലതേ വരൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.